നമസ്കാരം, സമഗ്രയിലേക്ക് സ്വാഗതം. CPIM പാനൂർ ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി പ്രതിനിധി സമ്മേളനം ചമ്പാട് സംഘടിപ്പിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം പനോളി വത്സൻ ഉദ്ഘാടനം നിർവഹിച്ചു. CPIM പാനൂർ ഏരിയ പ്രതിനിധി സമ്മേളനത്തിന് ചമ്പാട് ഉജ്ജ്വല തുടക്കമായി. താഴെ ചമ്പാട് പുതുക്കുടി പുഷ്പനഗറിൽ മുതിർന്ന പാർട്ടി അംഗം M. സുകുമാരൻ പതാക ഉയർത്തി. പ്രതിബദ്ധതയുടെയും അനശ്വരമായ അടയാളപ്പെടുത്തലാണ്. ദുർനീതിയോട് കേടങ്ങാത്ത മനസ്സും ഉയർത്തിപ്പിടിച്ച ശിരസും പണയപ്പെടുത്താത്ത സ്വാതന്ത്ര്യതാവും ഉദാത്തമായ മനുഷ്യസ്നേഹവും രക്തസാക്ഷിത്വത്തിന്റെ കൊടിയടയാളങ്ങളെ. സിന്ദാബാദ് CPIM സിന്ദാബാദ്, CPIM സിന്ദാബാദ്, CPIM സിന്ദാബാദ്, രക്തസാക്ഷികൾ സിന്ദാബാദ്, രക്തസാക്ഷികൾ സിന്ദാബാദ്, രക്തപതാക സിന്ദാബാദ്, രക്തപതാക സിന്ദാബാദ്, രക്തപതാക സിന്ദാബാദ്, രക്തപതാക സിന്ദാബാദ്, പാർട്ടി കോൺഗ്രസ് സിന്ദാബാദ്, പാർട്ടി കോൺഗ്രസ് സിന്ദാബാദ്. സുരേഷ് ബാബു ചെണ്ടയാട് അവതരിപ്പിച്ച ചമ്പാടിന്റെ ചരിത്രം വിളിച്ചോതുന്ന സ്വാഗതഗാനം സമ്മേളന നഗരിയിൽ ആവേശമായി. സ്വാഗത സംഘം ചെയർമാൻ KK പവിത്രൻ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. VK രാഗേഷ് രക്തസാക്ഷി പ്രമേയവും N. അനിൽകുമാർ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം വത്സൻ പനോളി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നാം നടത്തിയ സമര സംഘടനാ പ്രവർത്തനങ്ങളിലൂടെ ആർജിച്ച വളർച്ചയും മുന്നേറ്റവും പരിശോധിക്കുന്നതോടൊപ്പം നിലനിൽക്കുന്ന പരിമിതികളും ദൗർബല്യങ്ങളും കണ്ടെത്തി പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഭാവി പ്രവർത്തന കർമ്മ പരിപാടികൾ തീരുമാനിക്കുക എന്നുള്ളതാണ് പ്രധാനമായും നമ്മുടെ സമ്മേളനങ്ങൾ നിർവഹിച്ചു പോരുന്നത്. നമ്മുടെ പാർട്ടിയുടെ അഖിലേന്ത്യാ സമ്മേളനം പാർട്ടി സംഘടനാ കാര്യങ്ങൾക്ക് പുറത്ത് വരാനിരിക്കുന്ന 3 വർഷക്കാലത്തെ നാം കൈക്കൊള്ളേണ്ടുന്ന രാഷ്ട്രീയ അടവ് നയം എന്തായിരിക്കണം എന്ന വിഷയം കൂടി ചർച്ച ചെയ്ത് അംഗീകരിച്ചുകൊണ്ടാണ് പാർട്ടി കോൺഗ്രസ് പൂർണ്ണമാകുന്നത്. KK സുധീർ കുമാർ, K. ശ്രീജ, PS സജീവൻ, PP ജാവീർ എന്നിവരുൾപ്പെടുന്ന പ്രസീഡിയമാണ് സമ്മേളനം നിയന്ത്രിച്ചത്. സംസ്ഥാന കമ്മിറ്റി അംഗം P. ജയരാജൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ കാരായി രാജൻ, P. ഹരീന്ദ്രൻ, M. സുകുമാരൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ KK പവിത്രൻ, K. ലീല എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുത്തു. 16 ലോക്കലുകളിൽ നിന്നായി തെരഞ്ഞെടുത്ത 150 പേരും 21 ഏരിയ കമ്മിറ്റി അംഗങ്ങളും ഉൾപ്പെടെ 171 പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. സമഗ്ര ന്യൂസ് പാനൂർ.